പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും പല പിക്ചറുകളും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് മറ്റാരും കാണാതെ ഒരു പാസ്വേഡ് ഇട്ട് സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ഈ പാസ്വേഡ് ആഡ് ചെയ്താൽ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പിക്ചർ അയക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാര്യം, പാസ്വേഡ് അറിയാമെങ്കിൽ മാത്രമേ വാട്സപ്പിൽ നിന്ന് പിക്ചർ സുഹൃത്തിന് കാണാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ ഒരു PDF ഫയലായിട്ട് നമുക്ക് എങ്ങനെ അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. ഇത്തരത്തിലുള്ള ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായ നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും. നിങ്ങൾ അതുവഴി പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുക. എന്തായാലും ഞാൻ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോകൾ, ഗാലറി, ഫയൽ മാനേജർ, വേറെ മറ്റുള്ള PDF ഫയലുകൾ, അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഇമേജും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ വരും. അതിലിപ്പോ ഞാനിപ്പോൾ 3 പിക്ചറുകൾ ഞാൻ ഇതിൽ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കൗണ്ട് 3 എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഈ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പിക്ചർ നമുക്ക് ഇവിടെ വന്നത് കാണാൻ സാധിക്കും. നമുക്ക് അതിലിപ്പോൾ ഈ ടിക്ക് മാർക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയും നമുക്ക് വേണമെന്നുള്ള പിക്ചർ ഇത് ആഡ് ചെയ്യാം. നമുക്ക് ക്യാമറ, ഗാലറി, ഫയൽ മാനേജർ എല്ലാം ഇവിടെ വരും. അത് നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയും പിക്ചർ മതി. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും പിക്ചർ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ഇതിൽ ടിക്ക് മാർക്കിൽ ഞാനിപ്പോ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് PDF-ന് നമ്മളൊരു പേര് കൊടുക്കണം. ഞാൻ എന്തായിരുന്നാലും എന്റെ പേര് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 3303 എന്നുള്ള രീതിയിൽ ഒരു പാസ്വേഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തതിൽ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു പരസ്യം വരും, നമ്മളത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഏതിലേക്കാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള 3 ഓപ്ഷൻ വരും. ഇമെയിൽ ആണോ, വാട്സപ്പ് ആണോ, ഷെയർ എങ്ങനെയാണ് മറ്റുള്ള ആപ്ലിക്കേഷനിലാണോ എന്ന് വരും. നമ്മൾ വാട്സപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്റെ മറ്റൊരു നമ്പറിലേക്ക് ഞാനിത് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി എന്തായാലും ആ ഫോണിൽ നിന്ന് എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ നോക്കാൻ പോവുകയാണ്. ഇനി ആ ഫോണിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഇതേ രീതിയിലാണ് ഇവിടെ ഈ PDF വന്നിട്ടുള്ളത്. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് തുറക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എന്തായാലും ആ പാസ്വേഡ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. 3303. ഇപ്പോൾ ഇതാ 3 പിക്ചർ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിങ്ങനെ നമുക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. നമ്മളിപ്പം എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ പാസ്വേഡ് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ അതേ രീതിയിൽ മാത്രമേ കിടക്കുള്ളൂ. അതിൻ്റെ നെയിം മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ നമുക്ക് സുരക്ഷിതമായിട്ട് സുഹൃത്തിന് നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം, മറ്റുള്ളവരാരും കാണാതെ. ഈ പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇതെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക.
അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.